മലപ്പുറം പരപ്പനങ്ങാടി AR നഗർ പഞ്ചായത്തിൽ 50ഓളം പേരാണ് ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഈ ലീഗ് ജനറൽ സെക്രട്ടറി, വാർഡ് ജനറൽ സെക്രട്ടറി അടക്കം, അതോടൊപ്പം MSFൻ്റെ മണ്ഡലം ഭാരവാഹി അടക്കം രാജിവെച്ചവരിലുണ്ട്. പ്രധാനമായി ലീഗ് വാർഡ് കമ്മിറ്റി നൽകിയ മത്സരത്തിനായി ലീഗ് വാർഡ് കമ്മിറ്റി നൽകിയ പേര് വെട്ടി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നാരോപിച്ചാണ് ഇപ്പോൾ ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വാർഡ് ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം മണ്ഡല MSF ഭാരവാഹിയും രാജിവെച്ചവർപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്ക് നമ്മൾ പാർലമെൻറ്റ് ബോഡി കൂടിയിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവസാനം പ്രഖ്യാപന സമയത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അത് ഞങ്ങൾ മേൽ കമ്മിറ്റിക്ക് വിട്ടു, പഞ്ചായത്ത് കമ്മിറ്റിക്കും അതുപോലെ മണ്ഡലം കമ്മിറ്റിക്കും അത് വിട്ടു. അതുപ്രകാരം ഞങ്ങളോട് ചർച്ച ചെയ്തു, എല്ലാവരും കൂടി ചർച്ച ചെയ്തു. അവസാനം അത് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയെ വിളിച്ചറിയിച്ചത് പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളെ വിളിച്ചറിയിച്ചു. കാട്ടേരി അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് ആ വിവരം അറിയിക്കുകയെന്ന് പറഞ്ഞ്. അത് പ്രകാരം ഞങ്ങൾ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി വീണ്ടും അബ്ദുറഹ്മാനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചു. ഒന്നും കൂടി കൺഫേം ആക്കിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാണ്ട് ഗ്രൂപ്പുകളിലൊക്കെ വന്നു. അത് തെറ്റായ ധാരണയാണ്, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മണ്ഡലം കമ്മിറ്റി രണ്ടാമത് വീണ്ടും സ്ഥാനാർത്ഥിയെ മാറ്റി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങൾ വലിയൊരു കുടുംബം, 25ഓളം കുടുംബങ്ങൾ പാർട്ടിയിൽ നിന്ന്. അതിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, MSFൻ്റെ പ്രവർത്തകരുണ്ട്, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കുടുംബങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ പ്രതിഷേധാർഹമായിട്ട് രാജിവെച്ചിട്ടാണ് പാർട്ടിയിൽ നിന്ന് ഈ ഇലക്ഷൻ്റെ ഈ സമയത്ത്. അല്ല, പ്രധാനമായി ഇപ്പോൾ ഇങ്ങനൊരു തർക്കം വന്നപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ പ്രഖ്യാപിച്ചു, ഈ മേൽ കമ്മിറ്റിയെ അറിയിച്ചു. ഈ ഒരു തർക്കം വന്നപ്പോൾ നിങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പരാതി പറഞ്ഞിരുന്നില്ല? പരാതി പറഞ്ഞു, മേൽ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. മേൽ കമ്മിറ്റി മാത്രമല്ല, പാർട്ടി നേതാക്കന്മാരെല്ലാവരും, മണ്ഡലം കമ്മിറ്റി, അതുപോലെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അമിത് മാഷ്, ഇവരെല്ലാവരും. അമിത് മാഷിനെ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടാണ്, നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല. കുഞ്ഞാട്ടി സാഹിബിനെ ഞങ്ങളെല്ലാവരും കൂടി 10-25ഓളം സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ളവർ, ഗർഭിണികൾ, രോഗികളടക്കമുള്ളവർ പോയിട്ട് കണ്ട് വിവരം പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് വിവരം അറിയിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുള്ളത്. ഇതുവരെ ഈ നിമിഷം വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പലരും ഇങ്ങനെ വിളിക്കും, സമാജത്ത് പോയിക്കൂടെയെന്ന് പറയും, പക്ഷേ മേൽക്കടത്ത് നിന്ന് ഒരു നല്ലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണ്ട വിധത്തിൽ വിളിച്ചിരുത്തിയിട്ടില്ല. മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കാണുക പോലും ഈ മേൽഘടകം ചെയ്തിട്ടില്ല. മേൽ കമ്മിറ്റി നമ്മളെ കമ്മിറ്റിക്കാരൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ വാർഡ് കമ്മിറ്റിയുടെ പൂർണ്ണമായി തള്ളിയാണ്ടോ ഒരു തീരുമാനം എടുക്കായിരുന്നു? അല്ല, വാർഡ് കമ്മിറ്റി മൊത്തത്തിൽ കൂടിയിട്ട് എടുത്തുള്ള തീരുമാനമാണ്. പിന്നെയാണ് ഇത് വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പലരും അങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വന്ന് തീരുമാനം കഴിഞ്ഞതിന് ശേഷമാണ്. തീരുമാനിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. അതിന് തെളിവ് മിനിറ്റ്സ് ഉണ്ട്, പരിശോധിക്കാവുന്നതാണ്. കമ്മിറ്റിക്കാർക്ക് പരിശോധിക്കാവുന്നതാണ്. മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽഘടകത്തിന് കൊടുത്തിട്ടുമുണ്ട്, എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് എടുത്ത തീരുമാനം ഞാൻ നിങ്ങളെ മുമ്പാകെ ഒന്ന് ഷോ ചെയ്യാം. ഫസ്റ്റ് എടുത്ത 9 പേര് പങ്കെടുത്തതിലുള്ള ഒരു തീരുമാനമാണ് ഈ കാണുന്നത്. 9 ആളും പങ്കെടുത്ത് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അബ്ദുറഹ്മാൻ കാട്ടേരിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ എല്ലാവരും എഴുതി ഒപ്പിട്ട്, മിനിറ്റ്സിൻ്റെ പുറമെ യോഗം കഴിഞ്ഞതിൻ്റെ ശേഷം എഴുതി ഒപ്പിട്ട പേപ്പറാണ് ഈ കാണുന്നത്. ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത്. കളി നടന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ചിലവരെ ആവശ്യത്തിന് മാത്രം കമ്മിറ്റി ശരിക്കും ഇതിൽ കളിച്ചിട്ടുള്ളത് മണ്ഡലം കമ്മിറ്റിയാണ്. അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാമായിരുന്നു. കാരണം അവർക്ക് ക്രിസ്റ്റൽ ക്ലിയറായ മിനിറ്റ്സുകളും അതിൻ്റെ രേഖകളൊക്കെ അവരെ ഏൽപ്പിച്ചതാണ്. എന്നിട്ടും അവർ അതിന് ഉചിതമായൊരു തീരുമാനം എടുത്തില്ല. കാരണം 1500 വോട്ടുള്ള ഈ വാർഡിൽ 1500ഓളം വോട്ടുകളുണ്ട്. ആ 14 പേരോട് അന്വേഷിക്കാണ്ടാണ് അവർ തീരുമാനം എടുത്തത്. കൂടുതൽ പേര് ഈ ഏത് സ്ഥാനാർത്ഥിയെ റഷീദ് കൊണ്ടോണത്തിനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. 1500 വോട്ടിൽ 16 പേര് എന്ന് പറഞ്ഞാൽ 1% കൂടി ആയിട്ടില്ല. അത്രയും പേരോട് അന്വേഷിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ്. അതെങ്ങനെ? മിനിറ്റ്സ് നോക്കണ്ടേ? മിനിറ്റ്സ് നോക്കി പരിശോധിക്കണ്ടേ? ഞങ്ങളേറ്റവും ചർച്ച ചെയ്യേണ്ടേ? അത് തീരുമാനം അറിയിക്കാൻ ഇത് മണ്ഡലം കമ്മിറ്റി അറിയിച്ച് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു സ്ഥാനാർത്ഥി ഇതാണെന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ അറിയിച്ചത് പ്രകാരം, മേൽഘടകം അറിയിച്ചത് പ്രകാരം. പിന്നെ തിരിച്ച് വരികയാണെങ്കിൽ അതും കൂടി ഞങ്ങൾ അറിയിക്കേണ്ടേ? ഞാൻ പാർട്ടി സെക്രട്ടറി അല്ലേ. ഇപ്പോഴും ഞാൻ രാജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ സ്വീകരിച്ചതായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ എന്നെ അറിയിക്കണ്ടേ ഇതിങ്ങനെ മാറ്റം വരുന്നുണ്ട്
ഇങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ അതിനെ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഇന്നയാണ് അറിയിക്കേണ്ടത്. അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇനി എന്താണ് ഇപ്പോൾ നിങ്ങളെ തീരുമാനം? ഞങ്ങളെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. 25ഓളം കുടുംബങ്ങൾ, ഏകദേശം ഇപ്പോഴത്തെ 25-ൽ കൂടുതലുണ്ട്. ഇപ്പം പിന്നെ ഞങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന 25ഓളം കുടുംബങ്ങൾ, 150ഓളം വോട്ടുകളുണ്ട്. കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ 2 പേരല്ല, ഫാമിലികളാണ്. പേരക്കുട്ടികളും മക്കളുമായിട്ടുള്ള ഫാമിലികൾ, 25 ഫാമിലികളാണ് വിട്ടു നിൽക്കുന്നത്. ഇപ്പോൾ ഇനി ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ ഓഫീസിൽ കയറി ആക്രമിച്ചു ഇതേ ടീം. അത് പാർട്ടിക്ക് വേണ്ടി ഞാൻ സഹിച്ചു. ഞങ്ങൾ ഓഫീസിൽ കയറി ആക്രമിച്ച് ഞാൻ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അതിൻ്റെ കേസ് വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകരാണ് ചെയ്യുന്നത്. അതിനൊക്കെ നേതാക്കന്മാരെടുത്ത് ഇതൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ തീരുമാനം എടുത്തിട്ടില്ല. ഒരു ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർ വെറുതെ ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു 1-2 പേര്. അവരന്ന് മുതൽ ഗ്രൂപ്പിലും പാർട്ടിയിലും ഒക്കെ ഇൻവോൾവ് ആണ്. നിലവിലിപ്പോൾ എന്താണ് നിങ്ങളെ തീരുമാനം? ഈ നിലവിൽ ഞങ്ങൾ പിന്നെ ഇലക്ഷനാണല്ലോ, അപ്പോൾ അടുത്ത് നിൽക്കുന്ന സമയമില്ല. അപ്പം ഞങ്ങൾ മനസ്സാക്ഷിക്ക് തോന്നുന്ന ഞങ്ങൾ വോട്ടവകാശം നിഷേധിക്കാൻ പറ്റില്ലല്ലോ, അത് ഞങ്ങൾ ചെയ്യും. അത് ആരെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ തുറന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സാക്ഷിക്ക് തോന്നുന്ന എന്തായാലും ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ്. പാർട്ടിയിൽ നിന്ന്, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. 25ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ലീഗിൽ നിന്ന് രാജിവെച്ചത്. 150ഓളം പേര് വരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായി ഈ ലീഗ് വാർഡ് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലം കമ്മിറ്റി വെട്ടി പുതിയൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ ഇറക്കുമതി ചെയ്തു എന്നുള്ള ആരോപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഏതായാലും ഈ മനസാക്ഷിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.